ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 30 വെള്ളിയാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിലേക്ക് വരാം. തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ഇന്ത്യൻ വിപണികൾ ക്ലോസ് ചെയ്യുന്നത്. ബഡ്ജറ്റിന് മുന്നേയുള്ള ഒരു റിലീഫ് റാലി ആയിട്ട് നമുക്കിതിനെ കാണാം. ഇനി ഫെബ്രുവരി 1-ാം തീയതിയാണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് നടക്കാനിരിക്കുന്നത്. അന്നേ ദിവസം NSEയും BSEയും ഓപ്പൺ ആയിരിക്കും. ഇനി ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള ധാരാളം എക്സ്പെക്റ്റേഷനുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇനിയൊരു വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇനി US വിപണികളിലേക്ക് വന്നാൽ ഇന്നലെ ടെക് ഓഹരികളാണ് കൂടുതൽ ഇടിവുണ്ടാക്കിയത്. ഇനി 2025-26 സാമ്പത്തിക വർഷത്തെ എക്കണോമിക് സർവേയുടെ കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. ആദ്യം നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വാർത്ത 2025-26 എക്കണോമിക് സർവേ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ്. 2026-27 ഇന്ത്യയുടെ GDP വളർച്ച 6.8% മുതൽ 7.2% വരെ ആയിരിക്കും എന്ന് എക്കണോമിക് സർവേ വിലയിരുത്തുന്നു. നിലവിൽ ഫിനാൻഷ്യൽ ഇയർ 2026 ഏകദേശം 7.4% വളർച്ച കൈവരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം ചെറിയ സ്ലോ ഡൗൺ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മീഡിയം ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ 7% ഉയർത്തിയിട്ടുണ്ട്. 3 വർഷം മുൻപ് അത് 6.5% മാത്രമായിരുന്നു. അതേസമയം ഫിനാൻഷ്യൽ ഇയർ 2026 IMFന്റെ ഫോർകാസ്റ്റ് 7.3%, വേൾഡ് ബാങ്കിൻ്റേത് 7.2%. ഈ എക്കണോമിക് സർവേയിൽ പറയുന്ന വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇനി വെറും ഒരു വിപണിയല്ല, ലോകത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു രാജ്യം ആയി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. CA V അനന്ത നാഗേശ്വരൻ പറയുന്നത് ലോകം ഇന്ത്യൻ ഗുഡ്സ് വാങ്ങുമോ എന്ന ചിന്തയിൽ നിന്ന് ഇന്ത്യൻ ഗുഡ്സ് വാങ്ങാതെ വഴിയില്ല എന്ന നിലയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ സ്ട്രാറ്റജിക് പവറായി മാറുകയാണ്. ഇനിയിപ്പോൾ ഈ വളർച്ചയെ പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളായി കാണാൻ കഴിയുന്നത് GST പരിഷ്കരണം, ഇൻകം ടാക്സ് ഇളവുകൾ, ലേബർ കോഡ്, RBI പലിശ കുറയ്ക്കലും ലിക്വിഡിറ്റി സപ്പോർട്ടും, നിയന്ത്രണത്തിലെ ഇൻഫ്ലേഷൻ, കൂടാതെ കാലാവസ്ഥയുടെയൊക്കെ നല്ല ഒരു അനുകൂലമായ ഘടകം, നല്ല മഴ, ശക്തമായിട്ടുള്ള കൃഷി എന്നിവയെല്ലാം പോസിറ്റീവാണ്. ബാങ്കുകളും കോർപ്പറേറ്റുകളുടെയും ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ് ഷീറ്റും നമുക്ക് വളരെയേറെ പിന്തുണ നൽകുന്ന ഒരു കാര്യം തന്നെയായിട്ട് ഈ എക്കണോമിക് സർവേയിൽ കാണിക്കുന്നു. ഇനി ഈ റിപ്പോർട്ടിൽ ആശങ്കയായിട്ട് പറയുന്നത് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, AI ബൂം പ്രതീക്ഷിച്ച് പ്രൊഡക്ടിവിറ്റി നൽകാതെ പോയാൽ മാർക്കറ്റ് ഒരു കറക്ഷനിലേക്ക് പോകും. സംസ്ഥാനങ്ങളിലെ എക്സസീവ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഫൈനാൻഷ്യൽ പ്രഷർ ഉണ്ടാക്കും. ഉയർന്ന ക്യാപിറ്റൽ കോസ്റ്റ്, ഇറക്കുമതി ആശ്രിതത്വം, ഇതെല്ലാമാണ് കുറച്ച് റിസ്ക് ആയിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി പബ്ലിക് സെക്ടർ കമ്പനികളെ സംബന്ധിച്ച് വലിയ ഒരു നിർദ്ദേശം വയ്ക്കുന്നത് സർക്കാർ ഓഹരികൾ 51% നിന്ന് 26% കുറയ്ക്കാം, കൺട്രോൾ നിലനിർത്തുകയും മോണിറ്റൈസേഷൻ സാധ്യമാക്കുകയും ചെയ്യാം, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വേഗത്തിലാകും, എഫിഷ്യൻസി ആൻഡ് ക്യാപിറ്റൽ യൂസേജ് മെച്ചപ്പെടും. നിലവിൽ 90 ലിസ്റ്റഡ് പബ്ലിക് സെക്ടർ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 66.6 ലക്ഷം കോടി രൂപയാണ്. BSEയുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 14.5%. ഈ റിപ്പോർട്ട് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇന്ത്യൻ വിപണികൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ നമ്മൾ മാരുതി സുസുക്കിയുടെ റിസൾട്ട് പ്രത്യേകം ഫോക്കസിൽ വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു കമ്പനിയും മാരുതി സുസുക്കി തന്നെയായിരുന്നു. അത്തരത്തിൽ ഇന്ന് വേദാന്തയുടെ റിസൾട്ടാണ് നമ്മൾ ഫോക്കസിൽ പറയുന്നത്. മൈനിങ് ഭീമൻ വേദാന്ത ഡിസംബർ ക്വാർട്ടറിലെ അവരുടെ ഫലങ്ങൾ പുറത്തുവിട്ടു. ലാഭത്തിലും ഉൽപ്പാദനത്തിലും ചരിത്രപരമായിട്ടുള്ള ഒരു റെക്കോർഡ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 7,807 കോടി രൂപയാണ്. 60% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 45,899 കോടി രൂപ. 19% വർധനവ് റവന്യൂവിൽ വന്നിരിക്കുന്നു. എബിറ്റഡ് ആയി പുറത്തു വന്നിരിക്കുന്നത് 15,171 കോടി രൂപയാണ്. കമ്പനിയുടെ ചരിത്രത്തിലെ ഉയർന്ന ഒരു എബിറ്റഡ് കൂടിയാണിത്. ഇതിൽ തന്നെ അലുമിന പ്രൊഡക്ഷനിൽ 57% വർധനവാണ് വന്നിരിക്കുന്നത്. അലുമിനിയം, സിങ്ക് എന്നിവയിൽ 4% വർധനവും, സിങ്ക് ഇന്റർനാഷണൽ 28% വർധനവുമാണ് വന്നിരിക്കുന്നത്. സിൽവർ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ലാഭത്തിൻ്റെ 44% സിൽവറിൻ്റെ കോൺട്രിബ്യൂഷനാണ്. വേദാന്തയെ സംബന്ധിച്ച് മികച്ചൊരു ക്വാർട്ടറായിരുന്നു. വളരെ നല്ല ഫലങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതും. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്.
കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. ഇന്നലെ US മാർക്കറ്റുകളിൽ ടെക് ഓഹരികൾ തന്നെയാണ് വലിയ നഷ്ടമുണ്ടാക്കിയത്. S&P 500 ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് ആണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. പുതുതായി പുറത്തു വന്ന ഏർണിങ്സ് റിസൾട്ടുകൾ നിരാശാജനകമായതും എയിൽ വലിയ ചിലവുകൾ വരുന്നത് ലാഭം തരുന്നുണ്ടോ എന്നുള്ള ആശങ്കകളൊക്കെയാണ് ഇന്നലത്തെ ഇടിവിന് പ്രധാനപ്പെട്ട കാരണങ്ങളായത്. ഇനി ഏറ്റവും വലിയ ഇടിവുണ്ടാക്കിയ ഒരു സ്റ്റോക്ക് ഇന്നലെ മൈക്രോസോഫ്റ്റ് ആയിരുന്നു. ഏറ്റവും വലിയ ഡ്രാഗേഴ്സായി മാറിയത് ഈ സ്റ്റോക്കാണ്. ക്ലൗഡ് റവന്യൂ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞു. AI വലിയ നിക്ഷേപം ഉടൻ റിട്ടേൺസ് തരുന്നില്ല എന്നുള്ള ഭയവും കാരണം സ്റ്റോക്ക് ഏകദേശം 10% ഇടിഞ്ഞത്. ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് IBM ആയിരുന്നു. റിസൾട്ടുകൾക്ക് ശേഷം 5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ മെറ്റ അവിടെ 10.4% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ഇൻഫോസിസ് 1% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.78% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.64% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.74% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.3% ഇടിഞ്ഞു. ഇപ്പോൾ വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഫെഡറൽ റിസർവിൻ്റെ പുതിയ ചെയർമാനെ വെള്ളിയാഴ്ച ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കും. ജെറോം പവലിൻ്റെ പകരക്കാരനെ കണ്ടെത്താനുള്ള 5 മാസത്തെ തിരച്ചിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഇതിനോട് മാർക്കറ്റ് എത്തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഏതായാലും US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഇടിവിലാണ്. അടുത്തതായി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. ജർമ്മൻ മാർക്കറ്റ് DAX 2% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ഇനിയിപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.25% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് നല്ല നേട്ടത്തിലാണ്. 1.61% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,464 എന്ന നിലയിൽ 52 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 70 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. കൂടാതെ US ഫ്യൂച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നഷ്ടത്തിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക്. ഇന്നലെ രാവിലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 7 മുതൽ 8% നേട്ടത്തിലായിരുന്ന ഗോൾഡ് പ്രൈസുകൾ വൈകുന്നേരം ഏകദേശം 2% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. വലിയ വൊളറ്റാലിറ്റി ആയിരുന്നു ഇന്നലെ നമുക്ക് ഗോൾഡിൽ കാണാൻ സാധിച്ചത്. ഇന്നലെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഗോൾഡ് പ്രൈസുകൾ ഈ മാസം 24%, ഈ ആഴ്ച 7% നേട്ടത്തിലാണ് നിൽക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 6% ഇടിവിൽ $83,000 ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ക്രൂഡ് ഓയിൽ വില ഇന്നലെ കുത്തനെ ഉയരുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആണവ കരാർ അംഗീകരിക്കണമെന്നും ഇല്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകിയതാണ് ഓയിൽ പ്രൈസുകൾ ഉയരാൻ കാരണമായത്. ബ്രൻറ്റും WTIയും 3% മുകളിൽ ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്രൻറ്റ് ഫ്യൂച്ചേഴ്സ് $71 പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിന് മുന്നേയായി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ബിഗിനേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു അവസരമുണ്ട്. ഞങ്ങൾ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന വീഡിയോ സീരീസിൽ മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പോർഷൻസാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ബജാജ് ഓട്ടോ, NTPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നെസ്ലെ ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, മീഷോ, അജന്ത ഫാർമ, അംബുജ സിമൻസ്, അശോക ബിൽഡ്കോൺ, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, ആൻ്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ, ബ്രിഗേഡ് എൻ്റർപ്രൈസസ്, ചോളമണ്ഡൽ ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, ജിൻഡാൽ സ്റ്റീൽ, KEC ഇൻ്റർനാഷണൽ, ഡോക്ടർ ലാൽപത് ലാബ്സ്, LIC ഹൗസിംഗ് ഫിനാൻസ്, നാഷണൽ അലുമിനിയം കമ്പനി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, വെൽപ്സൺ കോർപ്പ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളായി വരുന്നത്. അടുത്തതായി ITC എന്ന കമ്പനിയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 0.07% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4,931.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.7% വർധനവ് വന്നു.
21,706.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കമ്പനി ഇൻട്രീം ഡിവിഡൻഡായി 6 രൂപ 50 പൈസയാണ് പ്രഖ്യാപിച്ചത്. ഇനി ITCയുടെ പ്രോഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുകയുണ്ടായി. എന്നാൽ റവന്യൂ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നതായിരുന്നു. ഇൻട്രീം ഡിവിഡൻഡായി കമ്പനി പ്രഖ്യാപിച്ചത് 6 രൂപ 50 പൈസയായിരുന്നു. അടുത്തതായി ടാറ്റ മോട്ടോഴ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 48% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 705 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 16.1% വർധനവ് വന്നിരിക്കുന്നു. 21,847 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. നെറ്റ് പ്രോഫിറ്റിൽ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ആയി വന്നിരുന്നത് 1,896 കോടി രൂപയായിരുന്നു. അതായത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പ്രോഫിറ്റിൽ ഒരു ഡിക്ലൈൻ ഉണ്ടായത്. പക്ഷേ റവന്യൂ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നതായിരുന്നു. അടുത്തതായി REC എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 4,043 കോടി രൂപയാണ്. അതായത് 0.3% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 2.8% വർധനവും വന്നു. 5,275.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി Paytm എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 225 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 208 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 20% വർധനവും കമ്പനി രേഖപ്പെടുത്തി. 2,194 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി സ്വിഗ്ഗി എന്ന കമ്പനിയാണ്. ലോസ് വർദ്ധിച്ചിരിക്കുകയാണ്. 1,065 കോടി രൂപയിലാണ് ലോസ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 799 രൂപയായിരുന്നു ലോസായിട്ട് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ റവന്യൂവിൽ 54% വർധനവും വന്നിരിക്കുന്നു. അടുത്തതായി ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 36.9% വർധനവ് വന്നു. 812.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.6% വർധനവ് വന്നിരിക്കുന്നു. 1,454.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഓറിയന്റ് സിമൻ്റ് ആണ്. പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 27.8 കോടി രൂപയാണ്. അതായത് പ്രോഫിറ്റിൽ 174% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂവിൽ 1% ഇടിവുമാണ് വന്നിരിക്കുന്നത്. മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ മറ്റൊരു കമ്പനി MTAR ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 117.3% വർധനവ് വന്നിരിക്കുന്നു. 34.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 59.3% വർധനവും വന്നു. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 394 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 2,639 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഇന്നത്തെ നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. 25,419 76 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഇന്നലെ നമുക്ക് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് കാണാൻ കഴിഞ്ഞത്. കൂടാതെ ജനുവരി 21 ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ 200 EMA ടച്ച് ചെയ്തിട്ട് ആണ് ഒരു റിവേഴ്സൽ ഇന്നലെയും വന്നിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോസിംഗ് വെക്കുന്നത്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ബുള്ളിഷ് വോളിയമാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കാണാനും കഴിയുന്നത്. അതായത് ഈ ഒരു സോണിലേക്ക് വളരെ പെട്ടെന്ന് നിഫ്റ്റി എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനുശേഷം പിന്നീട് ഒരു റെസിസ്റ്റൻസ് ഏരിയയായി മാറാൻ സാധ്യതയുള്ളത് അപ്സൈഡിലെ ഈ ഒരു സെല്ലിംഗ് സോൺ തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൗൺ സൈഡിലുള്ള ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത്. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,300ഉമാണ്. അടുത്തായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 59,958 359 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി അപ്സൈഡിലെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും മുൻപ് പലതവണയും റിജക്ഷൻ വന്നിട്ടുള്ള ഒരു സോൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും ഒരു റിജക്ഷൻ വരുമോ എന്ന് തന്നെയാണ് ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണേണ്ടത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,500ഉമാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.